കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സർക്കാരുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങളില് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായി വിജയിച്ചു വന്നിട്ടുള്ള ഈ സർക്കാർ അതിൽ രാഷ്ട്രീയം നോക്കിയില്ല, അതിൽ മതം നോക്കിയില്ല, അതിൽ ജാതി നോക്കിയില്ല, അതിൽ വർണ്ണം നോക്കിയില്ല, വർഗം നോക്കിയില്ല. അവിടെയെല്ലാം നടപ്പിലാക്കിയത് മനുഷ്യന്റെ പ്രശ്നങ്ങളാണ്. ആ മനുഷ്യന്റെ പ്രശ്നങ്ങള് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടിയാണ്. കോൺഗ്രസിന്റെ പ്രമുഖനായ അന്നത്തെ നേതാവ് പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ചായക്കടക്കാരനാണെന്ന്. അദ്ദേഹത്തെ ആക്ഷേപിച്ച സമയത്ത് അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റിലും ഇന്ത്യയുടെ ചെങ്കോട്ടയിലും നിന്ന് പറഞ്ഞു, അത് ഞാനൊരു ചായക്കടക്കാരന്റെ മകനാണ്. ആ ചായക്കടക്കാരന്റെ മകനെ സാധാരണക്കാരന്റെ പ്രശ്നം മനസ്സിലാകും. ആ സാധാരണക്കാരന്റെ പ്രശ്നം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് ഒരു 2 രാത്രി നിന്നാൽ തീരാതത്രയുള്ള വികസന കാഴ്ചപ്പാടുകളുള്ള പ്രവർത്തന പദ്ധതികൾ അക്കമിട്ട് നിരത്തിയാൽ പോലും തീരാതത്രയുണ്ട്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. പഴയ പെരിങ്ങളത്തിന്റെ പടക്കുതിര പ്രവർത്തനത്തിലും പ്രസംഗത്തിലും ഒരുപോലെ ബിജെപിയുടെ പ്രവർത്തകന്മാരെയും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഗോപാലൻ പറമ്പത്ത്, ഞാൻ ജനിക്കുന്നതിന് മുന്നേ എന്റെ പ്രസംഗം ശ്രമിക്കുന്ന അശോകേട്ടനെ പോലെയുള്ള മുതിർന്ന രാജേട്ടനെ പോലെയുള്ള ആളുകൾക്കറിയാം, അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് എത്രയോ ആളുകള് ഈ കാവി കുങ്കുമ താമരാങ്കിത പതാകയുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. പഴയ പെരിങ്ങളത്തെ 2 പ്രാവശ്യം മത്സരിച്ച സമയത്ത് അതിഗംഭീരമായിട്ട് ബിജെപിയുടെ വോട്ട് വർദ്ധിപ്പിച്ചു. അക്രമ രാഷ്ട്രീയം കണ്ണൂരും പാനൂരിലും അരങ്ങ് തകർത്ത സമയത്ത് തന്റെ പ്രവർത്തകന്മാരെ തള്ളക്കോഴി എങ്ങനെയാണോ കുട്ടികളെ പോറ്റുന്നത് അതുപോലെ തന്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചിട്ടുള്ള ഗോപാലൻ പറമ്പത്ത്, ആ ഗോപാലൻ പറമ്പത്തിന്റെ പ്രസംഗം കേൾക്കാൻ ബിജെപിക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ അന്ന് പ്രതിയോഗികളായിട്ടുള്ള അവരുടെ എതിർ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള CPM-ഉം അന്നത്തെ വലിയ ഈ നാട്ടിലെ വലിയ പടച്ച തമ്പുരാനായി അവർ കണക്കാക്കുന്ന PR കുറുപ്പ് പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒളിഞ്ഞും തെളിഞ്ഞും കേട്ടിട്ടുണ്ട് എന്നാണ് ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ പറയുന്നത്. അങ്ങനെ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരച്ഛൻ മകന് നൽകിയിട്ടുള്ള ആ ഒരു ശക്തി, ആ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 18 വർഷക്കാലമായി ബിജെപിയുടെയും യുവമോർച്ചയുടെയും മറ്റ് ചുമതലകൾ വഹിച്ചുകൊണ്ട് ഈ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ കൂത്തുപറമ്പിന്റെ നിറസാന്നിധ്യമായി അദ്ദേഹം തലശ്ശേരിയിലെ പ്രമുഖ അഭിഭാഷകനാണ്. 10-12 വർഷക്കാലമായി തലശ്ശേരിയിലെ ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ്. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് പ്രിയപ്പെട്ടവരെ ബിജെപിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാൽ. കുടുംബ പാരമ്പര്യമല്ല, നാം മറ്റ് സ്ഥാനാർത്ഥികളെ എടുത്തു പരിശോധിക്കുന്ന സമയത്ത് ഏത് സാമൂഹിക രാഷ്ട്രീയ രംഗത്താണ് അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഈ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലയില് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. നരേന്ദ്രമോദിയുടെ അനുഗ്രഹത്തോടുകൂടി, പ്രിയങ്കരനായിട്ടുള്ള അമിത്ഷായുടെ അനുഗ്രഹത്തോടു കൂടിയാണ്, നമ്മുടെ രാജീവ് ചന്ദ്രശേഖരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ഈ പ്രാവശ്യം ബിജെപി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. ഈ മെയ് 4-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് ഈ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ വിജയിക്കുന്നത് ദേശീയ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും. ആ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് മുന്നിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നിട്ടുള്ളത്. പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ സ്നേഹത്തോടെ ഈ തെക്കുമുറിയുടെ കാവ്യമണ്ണിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നാട്ടുകാരുടെയും നിരവധി സ്വീകരണങ്ങൾ ഏറ്റുമായിക്കൊണ്ട് ഇവിടെ എത്തിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ഷിജിലാലിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ ചെയ്ത് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആരാധനയായ അഡ്വക്കേറ്റ് ഷിജിലാലിനെ ഹാരാർപ്പണം കാണിക്കാൻ വേണ്ടി അശോകനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്തതായി തുടങ്ങി പാർട്ടിയുടെ സഹപ്രവർത്തകരെ, തെക്കുമുറിയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിക്കുകയാണ്.
തെക്കുമുറിയിലെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ ഇത്തവണ ജനങ്ങളെ മുൻപാകെ സമീപിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. വികസനമാണ് നമ്മുടെ സാക്ഷാൽ നരേന്ദ്രമോദിജി നമ്മോട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു വികസിത ഭാരതം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് 2047 ആകുമ്പോഴേക്കും ഒരു വികസിത ഭാരതം സൃഷ്ടിക്കണമെന്നുള്ളത്. വികസിത ഭാരതം സൃഷ്ടിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ വികസിത കേരളം സാധ്യമാകേണ്ടതുണ്ട്. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ അധികാരത്തിൽ വരേണ്ടതുണ്ട്.